ജില്ലാ സെക്രട്ടറി റഫീഖ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റഫീഖ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് ആയി പോയിരിക്കുന്ന പ്രതിരോധം അത്ര കണ്ടാണ്. പക്ഷെ അതിനൊരു മറുപടി പറയാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ്. പ്രതിസന്ധിയിലാകുന്നു, ചോദ്യം KPCC നേതൃത്വത്തിന് നേരെ ഉയരുന്നു എന്ന ഘട്ടത്തിൽ അവിടെ പോയി പ്രശ്നം പരിഹരിച്ചു, എല്ലാ വായ്പകളും ഏറ്റെടുത്തിരിക്കുന്നു, ബാധ്യത തീർത്തു തരാമെന്ന് വാക്കുകൊടുത്തവർ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഫോൺ പോലും എടുക്കാനുള്ള മര്യാദ പോലും കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഇത്രയും കാലം കൂടെ ജോലി ചെയ്ത ആളാണ് വർഷങ്ങളോളം എന്ന വിചാരം പോലും ഇല്ലാതെ എഴുതിത്തള്ളിയ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചല്ലോ. അതെ അതെ, വളരെ അതീവ ഗൗരവമായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കോൺഗ്രസ് നേതൃത്വം നടത്തുകയും അതിനെ ബലിയാടാക്കി NM വിജയനും അദ്ദേഹത്തിന്റെ മകനും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ നിലയിലേക്ക് NM വിജയനെയും കുടുംബത്തെയും ബലിയാടാക്കി കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ സമീപനം സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോ അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന കുടുംബത്തെ ഉൾപ്പെടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലേക്കുള്ള നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ CPIM വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ് എന്നത് CPIM നേരത്തെ നിലപാട് സ്വീകരിച്ചിരുന്നു. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ സമീപനമുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ആ കുടുംബത്തെ സന്ദർശിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട കോൺഗ്രസിന്റെ ആരെങ്കിലും അവിടേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായത് എന്നത് നേരത്തെയുള്ള നമ്മുടെ അനുഭവമാണ്. ആ ഘട്ടത്തിൽ കുടുംബം വളരെ കൃത്യമായി NM വിജയനും അതുപോലെ തന്നെ NM വിജയന്റെ കുടുംബത്തോടും കോൺഗ്രസ് ചെയ്തിട്ടുള്ള നെറികേടുകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം പുറത്തു പറയും എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ആ കോൺഗ്രസിന്റെ നേതൃത്വം അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അവിടെ പോയി ഈ നിലയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയത്. എന്നാൽ നിരവധിയായ തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടും പിന്നീടൊരു പ്രതികരണം ഉണ്ടായില്ല എന്നതാണല്ലോ ഇപ്പൊ ആ കുടുംബം വ്യക്തമാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള സമുന്നതയായ നേതാവിനെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ കുറ്റക്കാരോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അപ്പാടെ എന്നതാണ് തെളിയിക്കുന്നത്. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തർത്ഥമാണുള്ളത്? വളരെ ഗൗരവമായ വിഷയമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ആ കുടുംബത്തെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സമുന്നതനായ നേതാവിന്റെ കുടുംബമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് അങ്ങേയറ്റത്തെ ക്രൂരമായ നിലപാടാണ് ആ കുടുംബത്തോട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത് ഘട്ടത്തിലാണോ ആ കുടുംബത്തിന് സംരക്ഷണം ആവശ്യം വരുന്ന അവസ്ഥയുള്ളത്, ആ കുടുംബം അങ്ങനെ പറഞ്ഞാൽ CPIM സംരക്ഷണം ഒരുക്കാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ കുടുംബത്തെ അറിയിച്ചതാണ്. അത് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമാണ് ഇപ്പോ ആ കുടുംബം വളരെ കൃത്യമായി അവർ പറയുന്നു. ഞങ്ങൾക്കിനി ഇതിൽ ഉണ്ടായില്ല എങ്കിൽ ആത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് മാർഗമില്ല എന്നൊരു കുടുംബത്തിന് പറയേണ്ടി വരുന്നു. അപ്പോഴും അവർ പറയുന്നു, ഞങ്ങൾ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ടാണ്. കാരണം ഞങ്ങളുടെ അച്ഛൻ 5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഒരു കുടുംബം എന്ന നിലയിൽ, ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ആ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ ആ കോൺഗ്രസിനെ അത്രയും വിശ്വസിച്ച ഒരു കുടുംബത്തെയാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതൃത്വം മാത്രമല്ല, സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വാദ്ര ഉൾപ്പെടെ അതിന് ഉത്തരവാദിയാണ് എന്ന് അവർ പറയുകയാണ്. ഇവിടെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്രയും പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു കുടുംബത്തിന്റെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും നേതൃത്വം തയ്യാറാവുന്നില്ല. പക്ഷേ കുറ്റക്കാരായ ഒന്നാം പ്രതിയായ NM വിജയന്റെ മരണത്തിന് ഉത്തരവാദിയായ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണനെ ഒരു ഭാഗത്തും കോൺഗ്രസ് രണ്ടാം പ്രതിയായ ND അബച്ചനെ മറുഭാഗത്തും ഇരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രയാസം അനുഭവിച്ച കുടുംബത്തെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും തയ്യാറാവാത്ത രൂപത്തിലേക്ക് പറഞ്ഞു വഞ്ചിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തെ തണുപ്പിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടുന്നതാണ് എന്ന് അന്ന് തന്നെ CPIM പറഞ്ഞതാണ്. അത് വസ്തുതയാണ് എന്ന് തെളിയുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആകെ മറുപടി പറയേണ്ട വിഷയമായി ഇത് മാറിയിരിക്കുന്നു. അതെ, ശ്രീ റഫീഖ്, പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കെ ഈ പ്രശ്നം അവിടെ ഉണ്ടായ സമയത്ത് യാതൊരു വിധത്തിലും തിരിഞ്ഞു നോക്കുന്ന നടപടി ഉണ്ടായില്ല. ഇത് രാഷ്ട്രീയമായി ചോദ്യങ്ങൾ ഉയരുന്നുവെന്ന് വന്ന ഘട്ടത്തിൽ KPCC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ അവരുടെ വീട്ടിൽ പോയി സമാശ്വസിപ്പിക്കുന്നു, വായ്പ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് T സിദ്ദിഖ് അടക്കമുള്ള നേതാക്കൾ അന്ന് അവർക്ക് ആശ്വാസവാക്ക് പറഞ്ഞവരാണ്. പക്ഷേ അവരടക്കമുള്ളവർ ഫോൺ എടുത്തിട്ടില്ല. ആകെ ഫോണെങ്കിലും എടുക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നാണ് കഴിഞ്ഞ തവണ ആ
കുടുംബം പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ചെറിയ തുകയൊന്നുമല്ല, 2.5 കോടി എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബം എങ്ങനെ വീട്ടാനാണ്? NM വിജയനോട് എന്താണോ ചെയ്തത് അതേ നീതി നിഷേധം ആവർത്തിക്കുകയാണല്ലോ കോൺഗ്രസ് ആ കുടുംബത്തോടും. അതെ അതെ, തീർച്ചയായിട്ടും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കാണേണ്ടത് വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കൈപ്പറ്റി വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്തിയത്. അതിന്റെ ഇരയായി ബലിയാടായി ആയിട്ടാണ് NM വിജയനും അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനും മരിക്കേണ്ടി വന്നത് എന്ന് നമ്മുടെ മുമ്പിൽ അനുഭവമാണ്. പക്ഷെ അദ്ദേഹം ആദ്യം തന്നെ മരിക്കുകയല്ല ഉണ്ടായത്, ആത്മഹത്യ ചെയ്യുകയല്ല ഉണ്ടായത്. അദ്ദേഹം പല തവണകളിലായി KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കത്തെഴുതുകയും ഇത് പരിഹരിക്കണം, ഈ പണം വാങ്ങിത്തരണം, കാരണം ഈ പണം കൊടുക്കാനുള്ളവർ തന്റെ വീടുകളിലേക്ക് വന്ന് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി IC ബാലകൃഷ്ണന്റെ MLA കയ്യിലാണ് പണമുള്ളത്, അത് വാങ്ങിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കോൺഗ്രസ് നേതൃത്വത്തിന് കത്തെഴുതി. എന്നാൽ അവർ ആ സമീപനം സ്വീകരിച്ചില്ല. ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നത് നമ്മുടെ മുമ്പിൽ അനുഭവമാണ്. ഇപ്പോഴും അതേ സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്നലെ ആ കുടുംബം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണം കൊടുക്കാനുള്ളവർ വീണ്ടും വീണ്ടും അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അതവർ വ്യക്തിപരമായി ഉണ്ടാക്കിയ കടത്തിന്റെ ഭാഗമായി വീടുകളിലേക്ക് വരുന്നതല്ല. കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് നടത്തിയിട്ടുള്ള ഇടപാടിന്റെ ഭാഗമായിട്ട് ആ പണം പോയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലേക്കാണ്. അതിന്റെ ഭാഗമായിട്ട് തിരിച്ചു കൊടുക്കാനുള്ളവർ അവിടെ ഇവരെ വീട്ടിലേക്ക് ഇപ്പോഴും വരികയാണ്. അച്ഛനെയും അതുപോലെ അനുജനെയും എല്ലാം നഷ്ടപ്പെട്ട ഒരു മകനാണ് അവിടെ താമസിക്കുന്നത്, അവരുടെ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. ആ കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ പണത്തിന് വേണ്ടി വരുമ്പോ വല്ലാത്ത ഒരു പ്രയാസത്തിലേക്ക് അവർ വരികയാണ്. അപ്പോഴും അവർ പലതവണകളിലായി കോൺഗ്രസ് നേതൃത്വത്തെ പോയി കാണുന്നു, VD സതീഷിനെ പോയി കാണുന്നു, K സുധാകരനെ പോയി കാണുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് പോയി നേതൃത്വത്തെ എല്ലാം കാണുന്നു. അപ്പോഴെല്ലാം പരിഹരിക്കുമെന്ന വാക്ക് നൽകുന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഫോൺ എടുക്കുകയോ ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രിയങ്ക ഗാന്ധിയെ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ട നേതാവെന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതിനുപോലും അവസരം കൊടുത്തില്ല. നിങ്ങൾ നോക്കണം, 5 പതിറ്റാണ്ട് കാലം ഒരു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ കുടുംബത്തിന് അവരുടെ നീതി നിഷേധത്തിനെതിരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത് അവസാനത്തെ അത്താണിയും ഇല്ലാതാകുമ്പോഴാണ് ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അച്ഛന്റെ വഴി ഞങ്ങൾക്കും തിരഞ്ഞെടുക്കേണ്ടി വരും എന്നാ കുടുംബം പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമാണല്ലോ. അപ്പൊ അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ആ കുടുംബത്തോട് ഈ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായ വിഷയമായി തന്നെ കേരളീയ സമൂഹം ഇത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, വളരെ നന്ദി ശ്രീ K റഫീഖ്, CPIM ജില്ലാ സെക്രട്ടറി വാർത്തയിൽ പ്രതികരിച്ചതിന്.